ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ ഫെമിലിയർ ഫേസുകളാണ്. ഈ സിനിമ സ്വപ്നസുന്ദരി എന്ന് പറയുന്ന സിനിമ ബാഹുബലിയുമായി കമ്പയർ ചെയ്ത് കളയുന്നത്. നമ്മുടെ ചിലരുടെ ചിന്തകൾ അങ്ങനെയാണ്, ബാഹുബലി പോലെ വരുമോ, അല്ലെങ്കിൽ അത്രയും വരുമോ? ഇല്ല. ഇതൊരു ചെറിയ പ്രകൃതി രമണീയമായിട്ടുള്ള, നമ്മൾ ഊട്ടി കൊടൈക്കനാൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ ഇടുക്കി, രാജാക്കാട്, മൂന്നാർ, മാട്ടുപ്പെട്ടി അങ്ങനെയുള്ള മനോഹരമായ പ്രദേശങ്ങളിൽ ചിത്രീകരിച്ച്, കൂടാതെ കുറച്ച് ഭാഗം സിംഗപ്പൂർ, വിദേശ രാജ്യങ്ങളിലും ചെറുതായിട്ട് ചിത്രീകരിച്ച് മനോഹരമായ ഒരു റൊമാൻറ്റിക് ഫാമിലി ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. ചെറിയ പ്രൊഡ്യൂസറാണ്, ചെറിയ സിനിമയാണ്. ഒരുപാട് ചെറിയ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നു. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ് വന്നപ്പം ചെയ്ത ആദ്യ പടമാണ്. ഇപ്പം ദൈവം അനുഗ്രഹിച്ച് 31ാമത്തെ പടം ചെയ്ത് കഴിഞ്ഞു. ആ 31ാമത്തെ പടത്തിലാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ്, ഫാമിലി സർക്കസ് എന്ന് പറയുന്ന സിനിമ തൃശ്ശൂർ നടന്നപ്പം അതിനകത്തൊരു ഷോട്ടിൽ തന്നെ, സീനിൽ തന്നെ ഇറങ്ങി വരുന്നൊരു സീൻ, അത് വളരെ സിൻസിയറായിട്ട് ചെയ്തുകൊണ്ട് കാല് സ്ലിപ്പായി പോയി. അങ്ങനെ കാലിൻ്റെ പാദം 2 പൊട്ടിലാണ്. ഡോക്ടർ 2 മാസം ഫുൾ റെസ്റ്റ് പറഞ്ഞാണ്. 45 ദിവസം ആവുന്നു. എന്നാലും തറയെ കാല് വയ്ക്കാൻ 27-28 കൊണ്ട് പറ്റും അന്നുകൊണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആയിപ്പോയത്. അപ്പം ഇത്രയും സിനിമകൾ ചെയ്തു വന്നതിൽ ഏകദേശം 15-20 സിനിമകളും ചെറിയ സിനിമകളാണ്. പക്ഷേ എൻ്റെ സ്ക്രിപ്റ്റുകൾ ഗംഭീരമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ പുതുതലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്ന സിനിമകളിലാണ് എന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് കൂടുതൽ സാധ്യത കിട്ടുന്നത്. കാരണം ഞാൻ എല്ലാ കോംപ്രമൈസിനും തയ്യാറാവുന്ന ആളാണ്. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാ കോംപ്രമൈസിനും തയ്യാറാണ്. ആ എല്ലാ കോംപ്രമൈസും ഞാൻ സ്വീകരിച്ചതുകൊണ്ട്, എന്നുവെച്ചാൽ എനിക്ക് കാരവൻ ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കണം, സ്റ്റാർ ഹോട്ടൽ ഇല്ലാത്ത സിനിമകൾ അഭിനയിക്കണം, വലിയ പ്രൊഡക്ഷൻ ഇല്ലാത്ത, കോസ്റ്റ് ഇല്ലാത്ത സിനിമകളിൽ അഭിനയിക്കണം. കാരണം സിനിമ പലരുടെയും പാഷനാണ്. അതിലൂടെ കയറി വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർന്ന വലിയ ബാനറുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ പുതുതലമുറയിലെ കുട്ടികളെ പലപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുൻനിരയിലെ വലിയ സിനിമകളിലേക്ക് പെട്ടെന്ന് എടുക്കുന്നത് വളരെ റെയറാണ്. അപ്പം നമ്മുടെ കഴിവ് തെളിയിക്കണം. ഞാനും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കഴിവ് തെളിയിച്ചു കൊടുക്കുന്ന സിനിമകളാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഈ പല സിനിമകളും. എപ്പോൾ പുറത്ത് ഇറങ്ങും എന്ന് അറിയില്ല. അങ്ങനെ വർഷങ്ങൾ കൊണ്ട്, 2-3 വർഷം കൊണ്ട് വളരെയധികം നഷ്ടത്തിൽ, അല്ലെങ്കിൽ എൻ്റെ നഷ്ടബോധമായിരുന്നു ആദ്യം ചെയ്ത സ്വപ്നസുന്ദരി പുറത്ത് വന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ ദൈവം എപ്പോഴാണ് അനുഗ്രഹം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ കാര്യമായാലും എൻ്റെ കാര്യമായാലും. അപ്പോഴാണ് UK പോയ സാറ് മുൻകൈയെടുത്ത് പ്രൊഡ്യൂസറായിട്ടുള്ള ഷാൻസി സലാമുമായിട്ട് മുൻകൈ രണ്ടും ചേർന്ന് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്നാണ് ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളുടെ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. സാമ്പത്തികം തന്നെയായിരുന്നു പ്രോബ്ലം, അല്ലെ വേറെ ഒന്നും ആയിരുന്നില്ല പ്രോബ്ലം. സാമ്പത്തികമാണ് ഇപ്പോൾ പ്രോബ്ലം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ സാമ്പത്തികം കണ്ടെത്തി വളരെ പെട്ടെന്ന് എല്ലാം ഭംഗിയായി ചെയ്ത് ഏറ്റവും ബെസ്റ്റാക്കി തന്നെയാണ് സംഗതി റെഡിയാക്കി. ഇപ്പോൾ ക്യൂബിലും UFOയിലും എല്ലാത്തിലും അപ്ലോഡ് ചെയ്തിട്ട് സാർ വന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരല്പം ലേറ്റായി പോയത്. ഈ സിനിമയിൽ അതിശക്തമായ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സക്കറിയ പുന്നൂസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഡബിൾ റോളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള 2 ലുക്ക് എനിക്കിതിനകത്തുണ്ട്. അത് ഷാൻസി സലാം പ്രൊഡ്യൂസ് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത അടുത്തൊരു പടമുണ്ട്, പാഞ്ചാലി AD 2021. അതിനകത്തും എനിക്ക് ഡബിൾ റോളാണ്. അപ്പോൾ അതൊക്കെ ഇടിവിട്ട് സ്ക്രിപ്റ്റുകളും ക്യാമറയാണ്. പക്ഷേ നമുക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രൊഡ്യൂസർമാരെ സാമ്പത്തികം അങ്ങനെയുള്ളത് കിട്ടുന്നില്ല. ചെറിയ പ്രൊഡ്യൂസർമാരുടെ സഹായത്തോടെയാണ് ഇത് അണിയിച്ചൊരുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ പടങ്ങൾ വിജയിച്ചാൽ മാത്രമേ, സാമ്പത്തികമായി വിജയിച്ചാൽ മാത്രമേ ഇവരെ പോലെയുള്ളവർ വീണ്ടും പുതിയ പടങ്ങൾ എടുക്കാനും നിങ്ങളെപ്പോലെയുള്ള പുതുതലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ച് വേണം ഞങ്ങളുടെ സിനിമ നോക്കാനായിട്ട്. പകൽമാരായുടെ സിനിമ വന്നു. അതുപോലെ തന്നെ ദിൽഷ പ്രസന്നന്റെ സിനിമ അനൂപ് മേനോൻ ചേട്ടനുമായിട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു സിനിമ വന്നിരുന്നില്ലേ, അല്ലേ? ആ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ ആ പല സിനിമകളും ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ സാമ്പത്തികമായി വിജയിക്കാതെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ ഇറങ്ങിയ. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് വന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളെ വെച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എന്ന് പറഞ്ഞില്ല, ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജിൻഡോയൊക്കെ തകർത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ ജിൻഡോ ആറാടിയ സിനിമയാണ്, ഷിനു ശ്യാമളനൊക്കെ തകർത്ത സിനിമയാണ്. പക്ഷെ ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ നമ്മളെ ഇങ്ങനെ പിന്നിരയിലാക്കി കളയരുത്, ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സക്കറിയ പുന്നൂസ് വളരെ റിസ്കി ആയിട്ടുള്ളൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത്, ഡബിൾ ഫേസിൽ. വില്ലനാണോ നായകനാണോ എന്നുള്ളത് സിനിമ കാണുമ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. പിന്നെ സാർ പറഞ്ഞ പോലെ എല്ലാ
യൂത്തന്മാർക്കും നായികമാരുണ്ടായിരുന്നു, എനിക്ക് മാത്രം ഒരു നായികയെ തന്നില്ല. പക്ഷെ എനിക്ക് കുറെ നായികമാരെ പല വഴിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. അത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതാണ് അതിൻ്റെ മറ്റൊരു സൈഡ് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ ഉള്ള നല്ല അടിപൊളി 3 പാട്ടല്ലേ 5 പാട്ടുകൾ അടിപൊളി. സാധാരണഗതിയിൽ ഒരു സിനിമയിൽ ഒരു പാട്ടെടുക്കുക വളരെ ശ്രമകരമാണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇതിൽ മനോഹരമായ 5 പാട്ടുകൾ, പലതും മില്യൺസ് അടിച്ചു കഴിഞ്ഞ സംഭവമാണ്. ക്യാരക്ടർ ഗംഭീരമായിട്ട് തന്നെ ചെയ്ത് ഞാൻ ആസ്വദിച്ച് ചെയ്ത ആദ്യ പടമാണ്. അതിപ്പം ദൈവാനുഗ്രഹം കൊണ്ട് നാളെ ഇറങ്ങുന്നു. കൂടെയുള്ള ഫ്യൂച്ചർ നടികളാവേണ്ട ആർട്ടിസ്റ്റുകളല്ല, ആരും മോശമായിട്ട് വന്നിട്ടില്ല. പിന്നെ നമ്മളീ പറഞ്ഞ കണക്ക് പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് വലുതായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വലിയ സ്ക്രീനിൽ കാണിക്കാൻ തക്ക രീതിയിലുള്ള വലിയ സീനറികളോ ആർട്ടുകളോ ഒന്നും അതിനകത്തില്ല. പക്ഷെ ചെറിയ രീതിയിൽ നിങ്ങൾക്കെല്ലാം എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള പ്രത്യേകിച്ച് യൂത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു സിനിമയാണ് സ്വപ്നസുന്ദരി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണണം, മറ്റുള്ളവരുടെ അഭിപ്രായം പറയണം. ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ആർട്ടിസ്റ്റുകളെയും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ഒരു മനസ്സ് കാണിക്കണം. നേരത്തെ ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് സാറ് പറഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നില്ല. ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ മീൻസ് ആർട്ടിസ്റ്റുകളില്ലെങ്കിൽ, രാഷ്ട്രീയക്കാരില്ലെങ്കിൽ നിങ്ങളുമില്ല. നിങ്ങളില്ലെങ്കിൽ ഞങ്ങൾക്കുള്ള പ്രൊമോഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ റീച്ച് കിട്ടുന്ന സാധനം കുറച്ച് കുറഞ്ഞു പോകും. കാരണം നമ്മൾ നോക്കേണ്ടത് സത്യൻ സാറും ജയൻ സാറും അതുപോലെ തന്നെ സുകുമാരൻ സാറും പഴയ തലമുറയിലെ നടീനടന്മാരും ഇവിടെ അഭിനയിച്ചിരുന്നു, പ്രേം നസീർ സാറും ഒക്കെ. ആ സമയങ്ങളിലൊന്നും ഇതുപോലെയുള്ള പ്രസ് മീറ്റുകളോ മീഡിയകളോ അല്ലെങ്കിൽ യൂട്യൂബറോ പ്രൊമോഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാലം മാറി, ടെക്നോളജി കൂടി, നല്ല മനസ്സുള്ള ആൾക്കാർ ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തു. അപ്പം നമ്മളുമായിട്ട് ഒന്നിച്ചു കൂടുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഞങ്ങളും നിങ്ങളും അങ്ങനെ ഒരു പാലമിട്ട് ഒരുമിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ വലിയ വിജയങ്ങൾ നമുക്ക് നമ്മുടെ നാടിനും മലയാളി പുതിയ തലമുറയ്ക്കും അത് കൊടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്നതുകൊണ്ട് നിങ്ങളൊരു അവിഭാജ്യ ഘടകമാണ്, അതിന് യാതൊരു സംശയമില്ല. കാരണം അതാണ് ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ കാണുന്നത്. അവിടെ ചെറുതായിട്ട് ചെയ്താൽ പോലും ജനങ്ങളുടെ ഇടയിലേക്ക് വമ്പനായിട്ട് കൊണ്ടുവരുന്നത് പ്രൊമോഷൻ കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ PR പ്രൊമോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് സിനിമ പോലെയുള്ള ലക്ഷങ്ങളും കോടികളും ചിലവാക്കി എടുക്കുന്ന സിനിമകളുടെ പ്രൊമോഷൻ വർക്ക് ചെയ്യുന്ന നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് ഗംഭീരമായി തന്നെ നിങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു പാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ സഞ്ചരിക്കേണ്ടവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാൾ. ശരിയല്ലേ? ശരിയാണോ? ശരി. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാതെ ആരെയും താത്ത് പറഞ്ഞതല്ല. നമ്മൾ രണ്ടുപേരും ഒരു ത്രാസിന്റെ 2 തട്ടുകളാണ്. അതുകൊണ്ട് ഇനി മറ്റുള്ളവരോട് പറയട്ടെ, പിന്നെ നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ